1500 സ്ക്വയർ ഫീറ്റിൽ 27 ലക്ഷത്തിന് ഫുൾ ഫിനിഷ് ചെയ്യാവുന്ന സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഫുള്ളി കണ്ടംപററി സ്റ്റൈലുള്ള 3D എലിവേഷൻ്റെ പ്ലാനും 3D എലിവേഷനും ഈ ഒരു വീഡിയോയിലൂടെ ഫുള്ളി ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇതുപോലത്തെ പ്ലാനും 3D എലിവേഷനും ഇൻറ്റീരിയർ ഡിസൈനും എല്ലാം ദിവസേന നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെയും പ്ലാനോ 3D എലിവേഷനോ ഇൻറ്റീരിയർ ഡിസൈനോ ചെയ്യണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫോൺ നമ്പർ നൽകിയിരിക്കുന്നു. ഏറ്റവും മിതമായ നിരക്കിൽ തന്നെ ചെയ്തു തരുന്നതാണ്. ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ സിറ്റ് ഔട്ട്, ലിവിംഗ്, ഡൈനിങ്, കിച്ചൺ, വർക്ക് ഏരിയ, അതുപോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് 2 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഗ്രൗണ്ട് ഫ്ലോറിലെ 2 ബെഡ്റൂമും 11x12 ഫീറ്റിൻ്റെ അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ബാക്ക് സൈഡിലെ ബെഡ്റൂം 10x11 ഫീറ്റിൻ്റെയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ നോക്കിക്കഴിഞ്ഞാൽ സിറ്റ് ഔട്ടിൽ നിന്നും ഡയറക്റ്റ് എൻട്രി വരുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. 5 സീറ്ററോട് കൂടിയ ലിവിംഗ് അറേഞ്ച്മെൻറ്റും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലായി ഒരു TV യൂണിറ്റും അറേഞ്ച് ചെയ്യാവുന്ന പൊസിഷൻ നൽകിയിരിക്കുന്നു. ലിവിങ്ങിൽ നിന്നും ഡയറക്റ്റ് എൻട്രി വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ലെഫ്റ്റ് സൈഡിലായി ഒരു ചെറിയ പാസേജ് സ്പേസ് നൽകി ഒരു ബെഡ്റൂമിലേക്കുള്ള ഡോറും നൽകിയിരിക്കുന്നു. ഫ്രണ്ടിലെ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമായിട്ടാണ് നൽകിയിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായി. അതുപോലെ തന്നെ മാസ്റ്റർ ബെഡ്റൂം അറ്റാച്ച്ഡ് ടോയ്ലറ്റും നൽകിയിരിക്കുന്നു. വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന തരത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലിവിങ്ങിൽ നിന്നും ഡയറക്റ്റ് എൻട്രി വരുന്നത് ഡൈനിങ് വിത്ത് സ്റ്റെയർ സ്പേസിലേക്കാണ്. അതുപോലെ തന്നെ കിച്ചൺ സ്പേസും നൽകിയിരിക്കുന്നു. കിച്ചൺ അത്യാവശ്യം 10x11 ഫീറ്റിൻ്റെ കിച്ചണാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക് സൈഡിലായി വർക്ക് ഏരിയ സ്ക്വയർ ഫീറ്റിൽ പെടുത്താതെ തന്നെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. കിച്ചണോടും ഡൈനിങ് സ്പേസിനോടും ചേർന്ന് തന്നെ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു 3 ഫീറ്റ് വീതിയുള്ള വാഷ് ഏരിയ നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ ബാക്ക് സൈഡിലായി 10x11 ഫീറ്റിൻ്റെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു നോർമൽ ബെഡ്റൂമും നൽകിയിരിക്കുന്നു. 2 ബെഡ്റൂമും അറ്റാച്ച്ഡ് ടോയ്ലറ്റായിട്ടാണ് നൽകിയിരിക്കുന്നത്. ഇതുപോലത്തെ പ്ലാനും 3D എലിവേഷനും ഇൻറ്റീരിയർ ഡിസൈനും എല്ലാം ദിവസേന നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെയും പ്ലാനോ 3D എലിവേഷനോ ഇൻറ്റീരിയർ ഡിസൈനോ ചെയ്യണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ഈ ഒരു 3D എലിവേഷൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു 27 ലക്ഷത്തിന് ഫുൾ ഫിനിഷ് ചെയ്യാവുന്ന തരത്തിലാണ് ഫുള്ളി കണ്ടംപററി ഫ്ലാറ്റ് റൂഫിലായി അത്യാവശ്യം ഭംഗിയോടുകൂടി തന്നെ ക്ലാഡിംഗ് സ്റ്റോണും പെയിൻറ്റിംഗ് വർക്കെല്ലാം നൽകി അത്യാവശ്യം ഭംഗിയോട് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എല്ലാ സൺഷെയ്ഡിൻ്റെ താഴെയായും സ്പോട്ട് ലൈറ്റും നൽകിയിരിക്കുന്നു. സ്ക്വയർ ഫീറ്റിൽ 25 ലക്ഷത്തിന് ഫുൾ ഫിനിഷ് ചെയ്യാവുന്ന ഈ സ്ക്രീനിൽ കാണുന്ന വീടിൻ്റെ പ്ലാനും 3D എലിവേഷനുമാണ് ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലത്തെ പ്ലാനും 3D എലിവേഷനും ഇൻറ്റീരിയർ ഡിസൈനും എല്ലാം ദിവസേന നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെയും പ്ലാനോ 3Dയോ ഇൻറ്റീരിയറോ ചെയ്യണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫോൺ നമ്പർ നൽകിയിരിക്കുന്നു. ഏറ്റവും മിതമായ നിരക്കിൽ തന്നെ ചെയ്തു തരുന്നതാണ്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ. ഗ്രൗണ്ട് ഫ്ലോറിൽ എൽ ഷേപ്പിലായി അത്യാവശ്യം വലുപ്പമുള്ള ഒരു സിറ്റ് ഔട്ട് സ്പേസാണ് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ എൻഡിലായി ലിവിങ്ങിൽ നിന്നും വ്യൂ കിട്ടാവുന്ന തരത്തിൽ ഒരു കോർട്ട്യാർഡ് സ്പേസും നൽകിയിരിക്കുന്നു. സിറ്റ് ഔട്ടിൽ നിന്നും ഡയറക്റ്റ് എൻട്രി വരുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. 5 സീറ്ററോട് കൂടിയ ലിവിംഗ് അറേഞ്ച്മെൻറ്റും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വാളിലായി ഒരു TV യൂണിറ്റും നൽകിയിരിക്കുന്നു. സ്റ്റെയറും TV യൂണിറ്റും ഒരേ ലൈനിലായതുകൊണ്ട് TV യൂണിറ്റിൻ്റെ ടോപ്പിലായി ഫുൾ ഗ്രിൽ വിത്ത് ഓപ്പൺ സ്പേസ് നൽകാവുന്നതാണ്. ലിവിങ്ങിൽ നിന്നും ഡയറക്റ്റ് എൻട്രി വരുന്നത് ഡൈനിങ് വിത്ത് സ്റ്റെയർ സ്പേസിലേക്കാണ്. എൽ ഷേപ്പിലായി സ്റ്റെയർ സ്പേസും റൈറ്റ് സൈഡിൽ സ്റ്റെയറിൻ്റെ അടിയിലായി ഒരു 9 സീറ്ററോട് കൂടിയ ഡൈനിങ് സ്പേസും ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കിച്ചൺ, ഡൈനിങ്, ഓപ്പൺ കിച്ചൺ മോഡലായിട്ടും ഡിസൈൻ ചെയ്യാവുന്നതാണ്. പ്ലാനിൽ ക്ലോസ്ഡ് കിച്ചണായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. 2 സീറ്ററോട് കൂടിയ കൗണ്ടർ സ്പേസ് നൽകി ഓപ്പൺ സ്പേസായും നൽകാവുന്നതാണ്. അതുപോലെ തന്നെ കിച്ചണിൽ നിന്ന് ഒരു സ്റ്റോർ സ്പേസും നൽകിയിരിക്കുന്നു. 5x8 ഫീറ്റിൻ്റെ സ്റ്റോർ സ്പേസ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് 2 ബെഡ്റൂമാണ്. 2ഉം അറ്റാച്ച്ഡ് ടോയ്ലറ്റായി നൽകിയിരിക്കുന്നു. ഡ്രൈ ഏരിയ, വെറ്റ് ഏരിയ, ഗ്ലാസ് പാർട്ടീഷൻ നൽകാവുന്ന തരത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള ബാത്റൂം സ്പേസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായി മാസ്റ്റർ ബെഡ്റൂമും 12x12 ഫീറ്റിൻ്റെ അത്യാവശ്യം വലുപ്പമുള്ള മാസ്റ്റർ ബെഡ്റൂമും അതുപോലെ തന്നെ ബാക്ക് സൈഡിലായി സെയിം അളവിലുള്ള 12x12 ഒരു പാരൻസ് ബെഡ്റൂമും നൽകിയിരിക്കുന്നു.
ഈ ഒരു വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് സിംഗിൾ ബെഡ്റൂം വിത്ത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ ഒരു അപ്പർ ലിവിങ് സ്പേസും മുന്നിലെ ബാൽക്കണി സ്പേസും അതുപോലെ തന്നെ നൽകിയിട്ടുണ്ട്. ഇതുപോലത്തെ പ്ലാനും 3Dയും ഇൻറ്റീരിയറും എല്ലാം ദിവസേന നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെയും പ്ലാനോ 3Dയോ ഇൻറ്റീരിയറോ ചെയ്യണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫോൺ നമ്പർ നൽകിയിരിക്കുന്നു. ഏറ്റവും മിതമായ നിരക്കിൽ തന്നെ ചെയ്തു തരുന്നതാണ്. ക്വാളിറ്റി സ്റ്റുഡിയോ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് 1900 സ്ക്വയർ ഫീറ്റിൽ പണി കഴിക്കാവുന്ന 2 നില വീടിൻ്റെ പ്ലാനും 3D എലിവേഷനും ഇൻറ്റീരിയർ ലേഔട്ടുമാണ്. എല്ലാ ദിവസവും ഈ ചാനലിൽ പ്ലാനും 3D എലിവേഷനും ഇൻറ്റീരിയർ ലേഔട്ടിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അലോ ഓൾ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ. ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ വരുന്നത് 1300 സ്ക്വയർ ഫീറ്റാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം, ലിവിങ്, ഡൈനിങ്, കിച്ചൺ, വർക്ക് ഏരിയ, സിറ്റ് ഔട്ട് അങ്ങനെയാണ് വരുന്നത്. സിറ്റ് ഔട്ടിനോട് ചേർന്ന് തന്നെ ഒരു കാർ പാർക്ക് അറ്റാച്ച്ഡായി നൽകിയിട്ടുമുണ്ട്. ഈ വീടിൻ്റെ ഫ്രണ്ട് ഫേസ് ചെയ്താണ് റോഡ് വരുന്നത്. അതുകൊണ്ട് തന്നെ റൈറ്റ് സൈഡിലായാണ് സിറ്റ് ഔട്ട് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ നീളവും വീതിയും വരുന്നത് 12/5 ഫീറ്റിൻ്റെ അത്യാവശ്യം വലുപ്പമുള്ളൊരു സിറ്റ് ഔട്ടാണ് നൽകിയിരിക്കുന്നത്. റൈറ്റ് സൈഡ് കോർണറിലായി ഒരു പില്ലർ സപ്പോർട്ടും നൽകിയിരിക്കുന്നു. സിറ്റ് ഔട്ടിൽ നിന്നും ഡയറക്റ്റ് എൻട്രി വരുന്നത് ലിവിങ് സ്പേസിലേക്കാണ്. ലിവിങ്ങിൻ്റെ വിഡ്ത്ത് 12/13 ഫീറ്റാണ് ലിവിങ്ങിൻ്റെ സൈസ് നൽകിയിരിക്കുന്നത്. 5 സീറ്ററോട് കൂടിയ സിറ്റിംഗ് സ്പേസാണ് ലിവിങ് ഏരിയയിൽ നൽകിയിരിക്കുന്നത്. ലിവിങ്ങിൽ നിന്നും ഒരു ഫുൾ വിൻഡോ സിറ്റ് ഔട്ടിൽ നൽകിയിട്ടുണ്ട്. ലിവിങ് സ്പേസിൽ നിന്നും ഡയറക്റ്റ് എൻട്രി വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് സ്പേസിൽ നിന്നും റൈറ്റ് സൈഡിലേക്ക് ഒരു പാഷ്യോ നൽകിയിരിക്കുന്നു. പാഷ്യോട് ചേർന്ന് തന്നെ ഒരു കോർട്ട്യാർഡ് സ്പേസും നൽകിയിട്ടുണ്ട്. പാഷ്യോയിൽ 2 ആൾക്ക് ഇരിക്കാൻ പറ്റിയ ഒരു ടേബിൾ സെറ്റ് ചെയ്യാവുന്നതാണ്. ലെഫ്റ്റ് സൈഡിലായാണ് 2 ബെഡ്റൂമും വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിരിക്കുന്നത്. 2 ബെഡ്റൂമിൻ്റെയും സെൻറ്ററിലായാണ് സ്റ്റെയർ സ്പേസ് നൽകിയിരിക്കുന്നത്. ലിവിങ്ങിൽ നിന്നും സ്റ്റെയറിലേക്കുള്ള വിസിബിലിറ്റി കുറവായാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ 2 ബെഡ്റൂമും അത്യാവശ്യം വലുപ്പമുള്ളൊരു ബെഡ്റൂം സൈസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡ് കോർണറിലായി 380/380 ഒരു മാസ്റ്റർ ബെഡ്റൂമും അതുപോലെ തന്നെ ബാക്ക് സൈഡിലായി ഒരു ക്യൂൻ സൈസ് ബെഡ് ഇടാവുന്ന തരത്തിലുള്ള 350/300 സൈസുമുള്ള ഒരു ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. 2 ബെഡ്റൂമും അറ്റാച്ച്ഡായി നൽകിയിരിക്കുന്നു. നോർത്ത് ഈസ്റ്റ് കോർണറിലായാണ് കിച്ചൺ വർക്ക് ഏരിയ നൽകിയിരിക്കുന്നത്. ഈസ്റ്റ് ഫേസ് ചെയ്ത് സ്റ്റൗവും നൽകിയിരിക്കുന്നു. കിച്ചൻ്റെ സൈസ് വരുന്നത് 10/10 ഫീറ്റിൻ്റെ അത്യാവശ്യം വലുപ്പമുള്ള കിച്ചണാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ 200/300 സൈസ് വരുന്ന ഒരു വർക്ക് ഏരിയയും നൽകിയിരിക്കുന്നു. ഗ്രൗണ്ട് ഫ്ലോറിലെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് വരുന്നത് 1300 സ്ക്വയർ ഫീറ്റാണ് ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത്. ഈ ഒരു വീട് നിർമ്മിക്കാനായി ടോട്ടൽ ബഡ്ജറ്റ് വിചാരിക്കുന്നത് 35 ലാഖാണ്. ഫുൾ ഫിനിഷിങ്ങോട് കൂടി ഈ വീട് നിർമ്മിക്കാൻ വേണ്ടി 35 ലാഖിൽ നിർമ്മിക്കാവുന്നതാണ്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ. ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് സ്റ്റെയർ കയറി വരുമ്പോൾ തന്നെ ഒരു ഫോയറും അതിനോട് ചേർന്ന് തന്നെ ഒരു ഫാമിലി ലിവിങ് ഏരിയയും പിന്നെ താഴത്തെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ടോപ്പിലായി തന്നെ ഒരു മാസ്റ്റർ ബെഡ്റൂമും വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമുമാണ് നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് വരുന്നത് ബാൽക്കണി കൂടി ഇൻക്ലൂഡായി 600 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും കൂടി 1900 സ്ക്വയർ ഫീറ്റാണ് ടോട്ടലി വരുന്നത്. ഇതിൻ്റെ എലിവേഷനിൽ കാണുന്നത് പോലെ തന്നെ റൈറ്റ് സൈഡ് കാർ പോർച്ചിൻ്റെ ടോപ്പിലായി ഒരു കനോപ്പി ബാൽക്കണി കൂടി നൽകിയിരിക്കുന്നു. ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത് ടോട്ടലി ഒരു കണ്ടംപററി സ്റ്റൈലിലാണ് ഈ വീടിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലായി ബോക്സ് ടൈപ്പായും അതുപോലെ തന്നെ സിറ്റ് ഔട്ടിൽ നിന്നും ഒരു യു ഷേപ്പിലാണ് ഇതിൻ്റെ കാർ പോർച്ചും സിറ്റ് ഔട്ടും തമ്മിലുള്ള ഒരു കണക്ഷൻ നൽകിയിരിക്കുന്നത്.
ഫസ്റ്റ് ഫ്ലോറിലെ ബാൽക്കണിയും അതുപോലെ തന്നെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഷെയ്ഡും ഒരു സി ഷേപ്പ് പോലെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫുള്ളി കണ്ടംപററി സ്റ്റൈലിൽ നിർമ്മിക്കുന്ന ഈ ഒരു വീടിൻ്റെ ടോട്ടൽ ബഡ്ജറ്റ് വിചാരിക്കുന്നത് 35 ലാഖാണ്. ഇതുപോലത്തെ വീഡിയോ ഈ ചാനലിൽ ദിവസേന അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ തന്നെ 30-ൽ പരം പ്ലാനും 3D എലിവേഷനും ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ വീഡിയോ ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിൽ എന്തെങ്കിലും പോരായ്മകളോ അതുപോലെ തന്നെ കമൻറ്റ് നിങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്.